ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ചേഞ്ചസും ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങും ആണ്. സോ നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നിങ്ങളെ അവർ അതായത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ സീക്രറ്റ്ലി, അതായത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷേ അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരുപാട് നല്ലൊരു പേഴ്സണാണ്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് നല്ല മനസ്സിന് ഉടമയൊക്കെയാണ്. അപ്പോൾ അയാളിൽ പോലെ ഒരാൾക്ക് നിങ്ങൾ ഒരുപാട് നല്ലതാണ്, അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ഡിസ്റ്റൻസിൽ നിന്നാലും അടുത്താണെങ്കിലും ഈ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ശരിക്കും അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ലതാണ്, അവർക്ക് കിട്ടാവുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾ, അങ്ങനത്തേക്കൊരു മൈൻഡാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അതായത് നിങ്ങളെ അയാളുടെ ജീവിതത്തോടൊപ്പം കൂട്ടാൻ പറ്റുമോ, അതല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു ലൈഫ്, അങ്ങനെയുള്ള ഒരു കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. നിങ്ങളെ കിട്ടില്ല, അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഹോപ്പ് ഇല്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് പറയുകയാണെങ്കിൽ നടക്കില്ല, അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങളോട് ഒരുമിച്ച് പോവില്ല എന്നൊക്കെ ഉള്ളിൽ തോന്നും, നിങ്ങളെ കിട്ടത്തില്ല എന്നൊക്കെ ഒരു ഉള്ളിലൊരു വിചാരം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തോട്ടാണ് എപ്പോഴും അയാളുടെ മനസ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെ വേണം എന്നുള്ളിൽ നിന്ന് അയാൾക്ക് നല്ലൊരു തോന്നലും ഒരാഗ്രഹവും നിങ്ങളുടെ ചിന്തകളും, അതായത് എപ്പോഴും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മൈൻഡ് കൊണ്ടും എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളിലോട്ട് എപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ കിട്ടില്ല എന്നൊരു നഷ്ടബോധവും ഒക്കെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഉറങ്ങുമ്പോഴും ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു വലിയൊരു വേദനയും വലിയൊരു നഷ്ടവും അങ്ങനത്തെ രീതിയിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ എപ്പോഴും ഒരു വിഷമമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ആ ഒരു പേഴ്സൺ രാത്രികളിലൊക്കെ നിങ്ങളെപ്പറ്റി ഓർക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു എനർജി, അതായത് ഇത്രയും നാളുള്ള ആ ഒരു എനർജിയിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അടുത്ത് എന്തോ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ എന്തോ വലിയൊരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ. അപ്പോൾ ആ ഒരു എനർജിയുടെ ഒരു ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ ചിന്താഗതികൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ നേരത്തെയും കണ്ടിരുന്നു, പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു കിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേടിയിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെയൊക്കെ റിയലായിട്ടൊക്കെ കാര്യങ്ങൾ നോക്കി കാണാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങി, ഒരു ക്ലാരിറ്റിയൊക്കെ കാര്യങ്ങളിലൊക്കെ കിട്ടി. അപ്പോൾ ശരിക്കും ഒരു റിയലായിട്ടുള്ളൊരു ഫ്യൂച്ചർ നിങ്ങളൊപ്പം വേണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അതിൽ മുന്നിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു രീതിയിലൊരു ഇമോഷണൽ ഒരു ബ്ലോക്കേജ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരിക്കൽ പേടിച്ചിരുന്നൊരു വ്യക്തിയാണ്, നിങ്ങളായിട്ട് ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ ഓർത്തിരുന്ന ഒരു പേഴ്സണാണ്.
ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലോട്ട് വരുവാണെങ്കിൽ നാല് പാടുമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നിങ്ങളെയും രണ്ടുപേരെയൊക്കെ പറ്റി മോശമായിട്ടൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല വാല്യൂ ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനോട്ട് സപ്പോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് എല്ലാം അയാൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ഒരു ഇമോഷണൽ ബ്ലോക്കേജിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. അപ്പോൾ അതുമൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഓൺ വാല്യൂ അയാൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ. പിന്നെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ ശരിക്കും ആ ഒരു വ്യക്തിനെ എനിക്ക് വേണ്ടി തന്നെയാണോ വന്നിരിക്കുന്നത്, അത് ഞാൻ അർഹിക്കുന്നു എന്നൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ബ്ലോക്കേജിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയണമെന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് വാക്കുകളും അതുകൊണ്ടും ഒട്ടും എന്താ പറയുക, നിങ്ങൾക്കൊപ്പം വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിൽ അവരുടെ മൈൻഡിൽ അവർ വേറെ ആരെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അവർക്കിത് എന്താ പറയുക, അവർക്കിത് ഉപേക്ഷിക്കാനും പറ്റില്ല. പക്ഷേ ചിലപ്പോൾ അവസ്ഥകളും അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജസ് ഒക്കെ ഉള്ളത് കൊണ്ടും ഒക്കെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ വേറെ എന്തോ ഉള്ളൂ. നിങ്ങളാണ് അവരുടെ ലൈഫിൽ എന്തോ ഒരു വലിയൊരു നിധി എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു എഫക്റ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫും അവരുടെ മൈൻഡും കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങളില്ലാതെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് ജീവിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഫീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ. ഒരുപാട് പ്രോബ്ലംസിൽ കൂടെയൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇമോഷണലി ഒക്കെ മാനസികമായിട്ടൊക്കെ ഒരുപാട് ക്ഷീണിച്ചും ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചൊരു പേഴ്സൺ ആണ് അവർ. അവരോട് വളരെ മോശമായിട്ടും ചിലപ്പോൾ എന്താ പറയുക, ഫിനാൻസ് വൈസും അതല്ലാതെയൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വളരെ മോശമായിട്ട് നമ്മൾ ആട്ടി ഓടിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ള രീതിയിലൊക്കെ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ. ചിലപ്പോൾ ഇപ്പോൾ ഒരു വലിയ ഒരു ഏജിൽ മാത്രമല്ല, ചെറുപ്രായത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും അല്ല അതേപോലെ ഒരു ചുറ്റുപാടിലുമൊക്കെ ജീവിച്ച് വന്നൊരു പേഴ്സൺ ആണ്. കുറേയൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ എന്താ പറയുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് ട്രോമാസൊക്കെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഈ പേഴ്സൺ അങ്ങനെ വൃത്തികേടോ അല്ലെങ്കിൽ മോശമായിട്ട് ചെയ്തത് കൊണ്ട് കിട്ടിയെന്നല്ല പറയുന്നത്. ഈ ഒരു പേഴ്സൺ അതുപോലെ ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട് മെൻ്റലി ഒക്കെ. അപ്പോൾ പേഴ്സണ് ചൈൽഡ്ഹുഡ് വൂൺസ്, എല്ലാവരുടെയും പ്രോബ്ലംസ് നമുക്ക് മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനും റീസൺ നമ്മുടെ ചൈൽഡ്ഹുഡ് വൂൺസ് ആണ്. അതിനാണ് നമ്മളെല്ലാവരും പറയും നമ്മൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും നല്ലതുപോലെ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ടുണ്ട്. അതിൻ്റെ അകത്ത് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, വഞ്ചനയുണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒരുപാടുണ്ട് ആ ഒരു പേഴ്സണ്. അതുപോലെ തന്നെ ചിലപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പ്, ചിലപ്പോൾ മാരീഡ് ആയിട്ടൊരു പേഴ്സൺ ആയിരിക്കാം, ആ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ല എങ്കിൽ മാരീഡ് അല്ലാത്ത സിംഗിൾ വൺസ് ആണെങ്കിൽ അവർക്ക് ഇതിന് മുന്നേ ഉള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനത്തെ റിലേഷൻ ആണെന്ന്. അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളെല്ലാം പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേടി, ചിലപ്പോൾ ലവ് റിലേഷൻ തന്നെ ആവണമെന്നില്ല, മനസ്സിലായി, വേറെ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വഴി എന്തെങ്കിലും ഇമോഷണലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഒക്കെ ഡാമേജ് വന്നിട്ടുള്ള ഒരാളായിരിക്കാം. അതിൻ്റെ ഒരു ഭയം നല്ലതുപോലെ ഈ ഒരു വ്യക്തിക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമുക്കുള്ള ഇന്നർ വൂൺസും ഇന്നർ ട്രോമാസും ചൈൽഡ്ഹുഡ് വൂൺസിൽ കൂടെയൊക്കെ നമ്മൾ എത്രത്തോളം നോക്കിയാലും നമുക്ക് ലൈഫിൽ ഗ്രോത്തോ കരിയർ ഡെവലപ്മെൻറ്റോ അങ്ങനെയുള്ള ഫിനാൻസ് പരമായിട്ട് എല്ലാത്തിലും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്.
അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ എനർജി വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇത്രയും ഇഷ്യൂസ്, അതായത് ഇത്രയും വൂൺസ്, ട്രസ്റ്റ്, പിന്നെ വഞ്ചന, ഒരുപാട് എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ്, ആ ട്രോമയിൽ വരുന്നതാണ് ഇങ്ങനെ ആട്ടിപ്പായിക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ളത് നമുക്ക് ചാനൽ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്രയും വൂൺസ്, പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ സ്കാർസ്, ഇത്രയും വൂൺസ് എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ എന്താ പറയുക ഹാർട്ടിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്, ചുറ്റിനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇതെന്ന് വെച്ചാൽ നിങ്ങളെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് ഈ ഒരു ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരണ്ട, അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ. അപ്പം നിങ്ങളെ രക്ഷിച്ച് നിങ്ങളോട് മിണ്ടാത്തതും അല്ലെങ്കിൽ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് കാണിക്കുന്നതിന് റീസൺസ് ഇതുകൊണ്ടാണ്. നിങ്ങളെ കൂടെ ഇതൊന്നും അറിയിക്കേണ്ട, നിങ്ങളെ കൂടെ വേദനിപ്പിക്കേണ്ട, ഞാൻ തന്നെ ഓൾറെഡി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഇനി അതിൻ്റെ ഇടയ്ക്ക് നീ ഒരു പേഴ്സണെ കൂടെ കൊണ്ടുവരണ്ട എന്നോർത്തിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ അകത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റി ഒരു പ്രൊട്ടക്റ്റ് ചെയ്തൊരു രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ. അപ്പോൾ ഒരുപാട് ട്രോമാസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ കിട്ടിയില്ല, നിങ്ങളോട് ഇപ്പം ഇഷ്ടം പറഞ്ഞില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വിഷമം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു ബോണ്ടിലോട്ട് പോകും. അപ്പോൾ ആ ഒരു ബോണ്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അത് കുറേ കൂടെ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണല്ലോ. ദൂരത്തു നിന്ന് കാണുമ്പോൾ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ ആ ഒരു ഇത്. അപ്പം ആ ഒരു രീതിയിൽ ആണിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പേഴ്സൺ നിങ്ങൾ ദൂരെ നിന്ന് വാച്ച് ചെയ്തും ഇഷ്ടപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളിലോട്ട് കംപ്ലീറ്റ്ലി വരാതെയൊക്കെ നിന്നാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നല്ല രീതിയിൽ ഭയമുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ ലൈഫിൽ ഇതേപോലെ ഒരു കാര്യം, അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പോലും കാണില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ അയാളുടെ ഫീലിങ്സൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എനർജിയിൽ വെച്ച് തന്നെ പറയാൻ പറ്റും ഈ ഒരു പേഴ്സണ് ഓൾഡ്, അതായത് പണ്ടുണ്ടായിരുന്ന ഏതോ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റ് ട്രോമയിലുള്ള ആ ഒരു റിലേഷൻ മാത്രമല്ല, അതല്ലാതെ എന്തോ ഒരു റിലേഷൻഷിപ്പ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്ന് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ സ്ലോലി ഹീലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തനി അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരാനൊക്കെ അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ട്രോമാസൊക്കെ ആ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ജേർണിയും ഈ ഒരു ജേർണിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു ട്രോമയുടെ ഇതുകൊണ്ടാണല്ലോ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കുറച്ചൊക്കെ അകന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുമൊക്കെ ഈ പേഴ്സണിൻ്റെ ട്രോമയും നിന്നൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കുറച്ച് ഗ്യാപ്പല്ല, ഒരു ഡിസ്റ്റൻസും ഇങ്ങനെ ഒരു എനർജി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലരിൽ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ വല്ല സംസാരങ്ങളും നടന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് മാറി നിൽക്കാറുണ്ട്, ഫിസിക്കലി ഇമോഷണലി ഒക്കെ. പിന്നെ അത് അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ചോദിച്ചാൽ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അയാൾക്ക് കിട്ടില്ല എന്നൊരു തോന്നലുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മാക്സിമം നിങ്ങൾ വേദനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ആ രീതിയിലോട്ട് അപ്പോൾ നിങ്ങൾ തനിയെ പോയിക്കോളും എന്നൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ എനർജിയിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് എപ്പോഴും എന്നല്ല, പക്ഷെ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്നേഹം നഷ്ടമാകുമോ, അതായത് നിങ്ങളെ നഷ്ടമാകുമോ എന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കാൻ ചെല്ലുന്നവരും മാറി പോവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുക. ഇറിറ്റേറ്റിംഗ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഇറിറ്റേറ്റാണ് ചെയ്യുന്നത് അതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു പേഴ്സൻ്റെ
പേടിയിൽ നിന്നുണ്ടാവുന്നതാണ്. നിങ്ങളെ നഷ്ടമാകുമോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളകറ്റി നിർത്താമെന്ന് സ്വന്തമായിട്ട് തോന്നിക്കൊണ്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് അതൊക്കെ. ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒട്ടും ക്ഷമയില്ല. അവരുടെ എന്താ പറയുക, അവർ ഇമോഷൻസൊക്കെ ഇൻബാലൻസ് ആണ്. ഈ ട്രോമയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണല്ലോ. അപ്പോൾ ഒരുപാട് ദേഷ്യപ്പെടും. നിങ്ങളോട് ദേഷ്യപ്പെടണമെന്നല്ല, വീട്ടിൽ തന്നെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരയും. ഇപ്പോൾ ജെൻസ് ആണെങ്കിൽ തന്നെയും കരയുമെന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ കരയണമെന്നല്ല പറയുന്നത്, അല്ലാതെയൊക്കെ ആരും കാണാതെയൊക്കെ കരയാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടും ഇഷ്ടം തോന്നും, നിങ്ങളടുത്ത് വേണം, നിങ്ങളെ കാണണം എന്നൊക്കെ തോന്നും. ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലൊക്കെ ആൾ വന്ന് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിളിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു കോണ്ടാക്റ്റ് വയ്ക്കും ചില സമയത്ത്. പിന്നെ ചില സമയത്ത് പെട്ടെന്ന് ഒരു കണക്ഷനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ വൂൺസ് ഉണ്ടല്ലോ, അതിനെ പതുക്കെ സ്ലോലി ഹീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈമുണ്ട്, ഡിവൈൻ ടൈമിങ്. അത് വളരെ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രോമാസ് എല്ലാവരും വന്ന് ഈ ഒരു പേഴ്സണെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രോബ്ലംസൊക്കെയാണ് ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കറിയില്ല അവർ ഈ ഒരു ജേർണിയിൽ കൂടെ പോകുന്നൊരു വ്യക്തിയാണ്, അയാളുടെ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ അറിയത്തുപോലുമില്ല. അപ്പോൾ അത് അറിയുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള മൈൻഡിനെ കാമാക്കുന്ന രീതിയിലുള്ള പ്രാണായാമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു എനർജി പോലെയാണ് അവർ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പേഴ്സൺ പതുക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ഒരു പേഴ്സണാണ്, ഒരു ഭയങ്കര ഇൻറ്റ്യൂഷനുള്ളൊരു വ്യക്തിയാണ്, ഹീലിംഗ് എനർജി ഉള്ളൊരു പേഴ്സണാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവർക്കൊക്കെ ഒരു സേഫ് പ്ലേസാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ശരിക്കും നിങ്ങൾ എന്നൊരു പേഴ്സൺ ചെന്നെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആക്സിഡൻ്റലി നിങ്ങൾ അങ്ങോട്ട് ചെന്നതല്ല. എന്താ പറയുക, ട്രിഗറിങ്ങിനും അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷനും വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ടും വന്നതും ഒക്കെ എന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ എല്ലാവരും സോൾസ് തമ്മിൽ കണക്റ്റഡ് ആണ്. ചില സോൾസ് നമ്മുടെ ലൈഫിൽ കൂടെ നിൽക്കും, ചില സോൾസ് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ ഒരു ടൈം കൊണ്ട് അവർ കംപ്ലീറ്റ്ലി കട്ടായി പോകും. അങ്ങനെ പല ടൈപ്പ് ഓഫ് സോൾ കണക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നവരായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ നമ്മൾ സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവർ വരിക പോയി. ഇവൻ ഞാൻ പോലും ഈ കേൾക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ സോൾട്ടായി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയും, ഞാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കാനും ഒക്കെ ഒരിത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മനുഷ്യരുമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുപോകുന്നതും സംസാരിക്കുന്നതായിട്ട് എല്ലാവരുമായിട്ടൊരു സോൾ ടൈ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഇഷ്ടമാകുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ കാമിക് കണക്ഷൻ. അപ്പോൾ ആ ഒരു സോൾ കണക്ഷൻ വെച്ചിട്ട് ഇത് നല്ലൊരു നമുക്ക് പറയാൻ പറ്റും ഇതൊരു സോൾ കണക്റ്റഡ് തന്നെയാണ്. അത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ല, അല്ലെങ്കിൽ ഭയങ്കര പാഷൻ അതുപോലെയുള്ളൊന്നുമല്ല. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഡെപ്തിൽ നല്ലൊരു എന്താ പറയുക, ഒരു കണക്ഷനാണിത്. എന്താ പറയുക, ഒരു മാഗ്നറ്റിക് കണക്ഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വന്നത് സ്പിരിച്വൽ അവീക്കനിങ് ചെയ്യാൻ വന്നത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു പേഴ്സണ് വന്നത്. നിങ്ങൾ ഓൾറെഡി ഇൻറ്റ്യൂഷനുള്ള ഒരാളാണ്, ഹീലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ചോദിക്കും ഇതൊരു കാമിക് ലെസൺ ആണോ എന്ന്. യെസ്, കാമിക് ലെസൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഫ്യൂച്ചറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റും. ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് വരാനുള്ള എല്ലാ ഒരു എനർജിയും നമ്മളിവിടെ കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഇഷ്ടവും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകും. നിങ്ങൾ രണ്ടുപേരും ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ഇത് നടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നിങ്ങളെ പിടിച്ചു നിർത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലും അവർ നിങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കാനും ഒക്കെ തരണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊക്കെ അവർക്ക് വളരെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഭയം അതും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ഇഷ്ടം ഇപ്പോൾ ചില സമയത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ വിളിക്കണം, എനിക്ക് കാണണം, അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ പെട്ടെന്നാണ് ഈ ട്രോമാസും ഈ ട്രിഗറിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് ഭയം എന്ന് പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് ഓടി വരും. അപ്പോൾ കംപ്ലീറ്റായിട്ടും ഒരു ഡിപ്രഷൻ മോഡിലോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അയാൾക്ക് തോന്നുന്നുണ്ട് എനിക്കും നിന്നോട് എനിക്ക് അതേപോലെ നിനക്ക് തോന്നുന്ന പോലെ തന്നെ ഫീലിങ്സ് എനിക്കും ഉണ്ട്, അത് പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയണമെന്നൊക്കെ ആ ഒരു പേഴ്സണിന് ഉള്ളിൽ വളരെയധികം ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഹീലിംഗ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ വരുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കും അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ ലോങ് ടേം റിലേഷൻഷിപ്പിലോട്ട് തന്നെ പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ മാരേജ് ആകാം, അതല്ലെങ്കിൽ ലൈഫിലോ നിങ്ങൾ ഒരുമിച്ച് പോകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.